أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സുഹൃത്തുക്കളെ, ശറഹ് റാത്തീബിന്റെ 89ാമത്തെ ക്ലാസ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് നമസ്കാരം അടിമയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ പകുതിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഫാത്തിഹ സൂറത്താണ് വിഷയം. അതിൽ ഓരോ ആയത്തുകളുടെ പവിത്രതകളും ബിസ്മിയുടെ പ്രാധാന്യവും നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ ഫാത്തിഹ ഓതി നിസ്കരിക്കുമ്പോൾ അതിലൂടെ അടിമയും യജമാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹയുടെ ശ്രേഷ്ഠത അറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അർഹിക്കുന്ന വിധത്തിൽ, അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഓതുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ നമ്മൾ 88 ക്ലാസ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എടുത്തു. അതെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിത മേഖലകളിൽ അതിന്റെ പ്രഭ നൽകി ചൊരിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ, നിങ്ങൾ ഓതുക എന്ന്. എന്നിട്ട് നബി തങ്ങൾ വിശദീകരിക്കുന്നു, യഖൂലുൽ അബ്ദു, അടിമ പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. അത് ഓതുമ്പോൾ യഖൂലുല്ലാഹു, അല്ലാഹു തആല പറയുന്നു, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു. ഇത് എപ്പോഴും അല്ലാഹ് പറയല്ലേ, നമ്മൾ ഓതുമ്പോഴെല്ലാം ഇത് അല്ലാഹ് പറയുന്നുണ്ട്. ഫയഖൂലുൽ അബ്ദു അർറഹ്മാനിർ റഹീം എന്ന് അടിമ ഓതും. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല അതിന് പറയുന്ന മറുപടി, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്റെ മേൽ പുകഴ്ത്തി. ഇത് അല്ലാഹു തആല അംഗീകരിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഫയഖൂൽ അബ്ദു, പിന്നീട് ആ അടിമ പറയുന്നത് മാലികി യൗമിദ്ദീൻ എന്നാണ്. ഫയഖൂലുല്ലാഹു, അപ്പോൾ അല്ലാഹു തആല പറയുന്നു, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ വളർമയാക്കി എന്ന്. വയഖൂൽ അബ്ദു, ഇനി അടിമ പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന അടിമ പറയുമ്പോൾ വയഖൂലുല്ലാഹ്, അല്ലാഹു തആല പറയും, ഹാദിഹി ബൈനി വ ബൈന അബ്ദി, ഇതാണ് എന്റെയും അടിമയും ഇടയിലുള്ള സംഗതി ഇപ്പൊ പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ബന്ധം ഇതാ. അവ്വലുഹാ വ ആഖിറുഹാ ലി അബ്ദി, എന്നാൽ ഇതിന്റെ ആദ്യവും ഇതിന്റെ അവസാനവും എന്റെ അടിമക്കുണ്ട്. വലഹുമാ സഅല, എന്റെ അടിമ എന്തൊക്കെയാണോ ചോദിക്കുന്നത് അവനുമുണ്ട്, അതൊക്കെ അടിമക്കുമുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതുമ്പോഴാണ് ഇത്. വയഖൂൽ അബ്ദു, പിന്നീട് അടിമ പറയുന്നത്, ഓതുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ്. ഇത് അടിമ ഓതുമ്പോൾ വയഖൂലുല്ലാഹു, അപ്പോൾ അല്ലാഹു തആല പറയും, ഹാദിഹി ലി അബ്ദി, ഇത് എന്റെ അടിമക്ക് മാത്രമുള്ളതാണ്. വലി അബ്ദി, എന്റെ അടിമക്കുണ്ട്, മാ സഅല, അവൻ ചോദിക്കുന്നത് എന്നാണ്. അവ ഫാത്തിഹ ഓതി നമസ്കരിക്കുന്നു, അല്ലാത്ത സമയത്തും നമ്മൾ ഫാത്തിഹ ഓതുന്നു. അവ നമസ്കാരത്തിലാകുമ്പോൾ അടിമ അല്ലാഹ്, അടിമയും യജമാനും തമ്മിലുള്ള നമസ്കാരത്തിന്റെ ബന്ധം ഈ ഫാത്തിഹയിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞു. ഓരോ ആയത്തും അള്ളാഹുവിനെ സ്തുതിക്കുക, വളർമയാക്കുക, പുകഴ്ത്തുക എന്നത് കഴിഞ്ഞാൽ പിന്നെ അള്ളയും അടിമയും തമ്മിലുള്ളതായിരിക്കുന്ന ഇടയിലുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ അടിമക്ക് മാത്രമുള്ളതുമായി. ഇതെല്ലാം ഉൾക്കൊണ്ടതാകുന്നു ഫാത്തിഹ. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യവും, അടിമയും യജമാനും തമ്മിൽ ബന്ധം ഉണ്ടാക്കി തീർക്കുക. അതെ, അങ്ങനത്തെ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ നിസ്കാരം ഉൾപ്പെടുത്തട്ടെ. ഇഖ്ലാസോടുകൂടി ആയിരിക്കണം ഇത് ചെയ്യുക. അപ്പോഴേ അല്ലാഹു തആല ഇങ്ങനെ പറയുള്ളൂ, നമ്മൾ കൂട്ടിക്കൊടുക്കണം. ഇതാണ് ഫാത്തിഹയുടെ മഹത്വമെങ്കിൽ. വഅഖറജ സഈദ് ബിൻ മൻസൂർ ഫി സുനനിഹി വഇബ്നു ഖുസൈമ ഫി കിതാബിൽ ബസ്മലതി വൽ ബൈഹഖി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു.
സഈദ് ബിൻ മൻസൂർ തങ്ങൾ തന്റെ സുനനിലും ഇബ്നു ഖുസൈമ തന്റെ കിതാബിൽ ബസ്മല എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും ബൈഹഖി ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇഷ്തറഖ ശൈത്താനു മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് പിശാച് മോഷ്ടിക്കാൻ തേടി. ലഫ്ദുൽ ബൈഹഖി, ബൈഹഖി ഇമാമിന്റെ ലഫ്ദ് കാണുന്ന മിൻ അഹ്ലിൽ ഇറാഖി എന്നുള്ളതാണ്. മിനൻ നാസി എന്നുള്ളടത്ത് ഇറാഖുകാരിൽ നിന്ന്. എന്താവട്ടെ, ശൈത്താൻ മോഷ്ടിക്കലിനെ തേടി. എന്ത്? അഅ്ലമ ആയത്ത് മിനൽ ഖുർആനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വിശുദ്ധ ഖുർആനിലുള്ള മഹത്തരമായ വലിയൊരു ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് മോഷ്ടിക്കുവാനാണ് ആര് തേടിയത്? പിശാച് തേടിപ്പോയത്. അപ്പൊ പിശാചിന് പോലും വളരെ പേടിയുള്ളതും മോഷ്ടിക്കുവാൻ ആഗ്രഹിച്ചതുമായ വലിയൊരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അത്രയും പവിത്രതയുള്ളതാണ് ബിസ്മി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ബിസ്മിയോടുകൂടി ആയിരിക്കണം തുടങ്ങേണ്ടത് എന്ന് തന്നെയാണ്. വഅഖ്റജ അബൂ ദാവൂദ് വൽ ബസ്സാർ വ ത്വബറാനി വൽ ഹാക്കിമു, ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വസഹഹു, ഹാക്കിം എന്നവർ ഈ ഹദീസ് സഹിയായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൽ ബൈഹഖി ഫിൽ മഅരിഫത്തി, മഅരിഫത്തിലൂടെ ബൈഹഖി റിപ്പോർട്ട് ചെയ്തു. ഇവരെല്ലാവരും റിപ്പോർട്ട് ആരെ തൊട്ട് തന്നെയാ? ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയെ തൊട്ടാണ്. ഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഅരിഫു ഫസ്ല സൂറത്തി, ഒരു സൂറത്ത് കഴിഞ്ഞാൽ മറ്റൊരു സൂറത്തിന്റെ ഇടയിൽ വിട്ടുപിരിക്കൽ എന്തായിരുന്നു എന്ന് നബി തങ്ങൾക്ക് അറിയുമായിരുന്നില്ല. വഫീ ലഫ്ളി, ഒരു ലഫ്ളിൽ കാണുന്നത് ഫസ്ല സൂറത്തി എന്നതിനോടത്ത് ഖാത്തിമത്ത് സൂറത്തി, സൂറത്തിന്റെ അവസാനം ഏതാണെന്ന് അറിയൂല എന്നുണ്ട്. ഏതുവരെ? അത്താ തൻസില അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന സൂറത്ത് ആ ആയത്ത് ഇറങ്ങി വരുന്നവരെ. ആ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മഹാനായ നബി തങ്ങൾക്ക് ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റു സൂറത്താണെന്ന് മനസ്സിലായത്. ഇവിടെ സാദൽ ബസ്സാർ ത്വബറാനിയും ബസ്സാർ റളിയല്ലാഹു അൻഹുമാ, ഇവർ രണ്ടുപേരും ഇതിനേക്കാൾ ഒന്നുകൂടി കൂടുതലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇദാ നസലത്ത് അറഫ, ആ ബിസ്മി ഇറങ്ങിക്കഴിഞ്ഞാൽ നബി തങ്ങൾ മനസ്സിലാക്കി അന്ന സൂറത്ത, നിശ്ചയമാണ് സൂറത്ത് അത് ഖുതിമത്ത്, അതിനെ ഈ സൂറത്ത് അവസാനിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വസ്തഖ്ബലത്ത്, അല്ലെങ്കിൽ ഇബ്തദഅത്ത് സൂറത്തുൻ നുഖറ എന്ന, ഈ സൂറത്ത് കഴിഞ്ഞ് മറ്റൊരു സൂറത്തിലേക്ക് പ്രവേശിക്കുന്നു, മുന്നിട്ട് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സൂറത്ത് തുടങ്ങുന്നു. അപ്പൊ ബിസ്മിയാണ് സൂറത്തുകൾക്ക് ഇടയിലുള്ള വിട്ടുപിരിക്കല്. അങ്ങനെ ഒരു പ്രാധാന്യം ബിസ്മിക്കുണ്ട്. ആ ബിസ്മി ഇറങ്ങിയപ്പോഴാണ് വിധങ്ങൾക്ക് ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റു സൂറത്ത് ഏതാണെന്ന് മനസ്സിലായത് എന്നാണ്. അപ്പൊ ബിസ്മി അത്രയും മഹത്വമുള്ളതായ ഒന്നാണെന്ന് മനസ്സിലായാലും ബിസ്മിക്ക് അങ്ങനെയുള്ള അധികാരം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വഅഖ്റജൽ ബൈഹഖി, അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാതെ അങ്ങനെ പോയി തുടർന്ന് അങ്ങനെ ഒരു സൂറത്തും ഓതാതെ സൂറത്തിലൂടെ ബിസ്മി ചൊല്ലാതെ അങ്ങനെ പോയാൽ ഏതാ സൂറത്ത് വ്യക്തമായി കിട്ടില്ല. ഇത് ഏതാ അവസാനിച്ചത്, ഏതാ ഇനി തുടങ്ങണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനുകളും മറ്റുള്ള കൂടെ വരും. അതില്ലാതിരിക്കാൻ ബിസ്മി കൊടുത്തു. അത് മാത്രത്തിന് കൊടുത്തു എന്നല്ല, അതും ബിസ്മി കൊണ്ടുണ്ട് എന്നർത്ഥം. വഅഖ്റജൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ, ശുഅബുൽ ഈമാനിലെ ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. വൽ വാഹിദിയു, വാഹിദി എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ആരെ തൊട്ടാണ്? ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ലാ നഅലമു ഫസ്നമാ ബൈന സൂറത്തൈനി ഹത്താ തൻസില ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന, ഞങ്ങള് രണ്ട് സൂറത്തുകൾക്ക് ഇടയിൽ വിട്ടുപിരിക്കുന്നത് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഏതുവരെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഈ സൂറത്ത്, ഈ ആയത്ത് ഇറങ്ങുന്നതുവരെ ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന് പറയുന്ന സഹാബിയെ തൊട്ട് വാഹിദി എന്നവരും ബൈഹഖി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണുക, നമുക്ക് ഇങ്ങനെ വായിക്കാം. അഖ്റജ ദാറുഖുത്നി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ദാറുഖുത്നി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, അല്ലമനി ജിബ്രീലുസ് സലാത്ത, നിസ്കാരത്തെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് തന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഖാമ, ജിബ്രീൽ അലൈഹിസ്സലാം നിന്നു. കബ്ബറ ലനാ, നമുക്ക് തക്ബീർ കെട്ടി പഠിപ്പിച്ചു തന്നു. തുമ്മ ഖറ, പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി. ഫീമാ യജ്ഹറു ബിഹി ഫീ കുല്ലി റകഅത്തിൻ, എല്ലാ റകഅത്തിലും ആ ഉറക്കനെ ഓതിക്കൊണ്ടുള്ളതായ രീതിയിൽ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കനെ ഓതിക്കൊണ്ട് നമുക്ക് നിസ്കാരത്തെ പഠിപ്പിച്ചു തന്നു.
അപ്പൊ ആ നിസ്കാരത്തിന് ബിസ്മി കൊണ്ട് ഉറക്കനെ ഓതി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന്. അപ്പൊ ബിസ്മി ഒഴിവാക്കാനുള്ളതല്ല, എടുക്കാനുള്ളതാണെന്ന് മനസ്സിലായല്ലോ. ഇനി സഅലബി ഇമാം എന്ന റിപ്പോർട്ട് നമുക്ക് കാണാം. അഖ്റജ സഅലബിയു അൻ അലി ഇബ്നു സൈദ് ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന മഹാനെ തൊട്ട് സഅലബി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു. അന്നൽ അബാദിലത്ത് എന്ന് പറയുന്ന അബിദീകള് കാരു അവർ യസ്തഫ്തിഹൂനൽ ഖുർആന വിശുദ്ധമായിരിക്കുന്ന ഖുർആനെ തുടങ്ങുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യജ്ഹറൂന ബിഹാ, ബിസ്മി കൊണ്ട് ഉറക്കനെ ഓതുന്നവരായിട്ട് ആ ബിസ്മി ഓതിക്കൊണ്ടായിരുന്നു അവർ തുടക്കം കുറിച്ചിരുന്നത് ഖുർആനെ. അവർ തുടക്കം തന്നെ ബിസ്മി കൊണ്ടായിരുന്നു ഇവരൊക്കെ ചെയ്ത് അബാദിലത്ത്. ഇവിടെ അബാദിലത്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെപ്പെടും? അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു സുബൈർ. ഈ 3 അബ്ദുള്ളമാരാണ് അബാദിലത്ത്. ഇവര് 3 പേരും ഖുർആൻ തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ്, ഉറക്കനെ ഓതിക്കൊണ്ട് തന്നെയാണ്. അപ്പോ ആ ബിസ്മിക്ക് മഹത്വം ഉണ്ടായത് കൊണ്ടല്ലേ അതുകൊണ്ട് തുടങ്ങിയെന്ന് മനസ്സിലായത്. അപ്പൊ ബിസ്മി കൊണ്ട് തുടങ്ങണം നമ്മൾ. എത്രയോ ധാരാളമുണ്ട്. മഹാനവറുകൾ തബറുക്കിന് വേണ്ടി ഫദ്ല് വിരിക്കുമെന്നല്ലേ പറഞ്ഞു. വെറും ഫദ്ല് പറയലല്ല, തബറുക്ക് എടുത്ത് പറയലാണ്. വഅഖ്റജ സഅലബിയു, ബഹുമാനപ്പെട്ട സഅലബി റിപ്പോർട്ട് ചെയ്യുന്നു മറ്റു സ്വഹാബിയായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എന്താ പറയുന്നറിയാമോ? കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മസ്ജിദി, പള്ളിയിൽ നബിയോട് കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇത് ദഖല റജുലു യുസല്ലി, അപ്പൊ ഒരാൾ വന്ന് നിസ്കരിക്കുക. അയാൾ വന്ന് നിസ്കരിച്ചു. ഫഫ്തതഹ സ്വലാത്ത, അയാൾ നിസ്കാരം തുടങ്ങി. ഫതഅവദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അയാൾ ഓതി. സുമ്മ ഖാല, പിന്നീട് അയാൾ ബിസ്മി ഒഴിവാക്കിയിട്ട് തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിദേഹത്തുകാരായ ആൾക്കാർ കാട്ടണ മാതിരി, അല്ലാതെ മദ്ഹബ് അനുസരിച്ചല്ല. വിദേഹത്തുകാർ അങ്ങനെയുള്ള കാട്ടുക. ആവതു അല്ല 85 ഓതി ബിസ്മിയുടെ ഒഴിവാക്കിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ശരിക്കൊരു ദീൻ പഠിപ്പിക്കാൻ വന്നവരെ മാറി ഉണ്ടാവുമല്ലോ ഓത്ത് എന്നതുപോലെ. ഇദ്ദേഹം വിദേഹത്തുകാരനായിട്ടല്ല, അറിയാത്തത് കൊണ്ടാ ഇയാൾ വന്ന് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കാലത്തല്ലേ നിസ്കരിക്കുകയാണ്. നിസ്കാരം തുടങ്ങി ഫാത്തിഹ ഓതി സൂറത്തും ബിസ്മി അല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ ഓത്ത് കേട്ടു. അങ്ങനെ വഖാല യാ റജുൽ, മഹാനായ വിധങ്ങൾ അയാളോട് പറഞ്ഞു, റജുലെ ഹതൈത അലാ നഫ്സിക സ്വലാത്ത, നീ നിന്റെ നിസ്കാരത്തെ മുറിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അമാ അലിംത, നീ അറിഞ്ഞിട്ടില്ലേ? അന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിശ്ചയമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് മിനൽ ഹംദി, ഫാത്തിഹ സൂറത്തിൽ പെട്ടതല്ലേ. ഫമൻ തറകഹ, ആ ബിസ്മില്ലാഹ് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് തറക ആയത്തൻ, ഒരായത്ത് തന്നെ ഒഴിവാക്കി. വമൻ തറക ആയത്തൻ, ഒരായത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് അഫ്സദ അലൈഹി സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ഫസാദാക്കി എന്ന് റസൂലുള്ളാഹ് ബിസ്മി ഒഴിവാക്കി നിസ്കരിച്ച ആളോട് പറഞ്ഞു. ഇത് ബിദ്അത്തുകാരൻ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ബിദ്അത്തുകാരൊരു മദ്ഹബില്ലല്ലോ, നബിതങ്ങളാണ് ഇയാളെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ആ ബിസ്മി എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ഒഴിവാക്കുന്നത് മദ്ഹബ് പിടിച്ചിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ ഒരു ശൂന്യാവുമല്ലോ, അവർ ശൂന്യ അല്ലല്ലോ അവര് എന്ന് ഇടയിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അഖ്റജ സഅലബിയു, വീണ്ടും സഅലബി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു സ്വഹാബിയായ അൻ അലി കറമല്ലാഹു വജ്ഹഹു, നബി തങ്ങളുടെ കുടുംബ അനുജനായ മരുമകനായ ഇൽമിന്റെ ഭണ്ഡാകാരമായ വളരെയധികം നബിയാകുന്ന ഇൽമിന്റെ പട്ടണത്തിലേക്ക് വലിയൊരു ഗേറ്റായ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് സഅലബി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ അലിയാർ തങ്ങൾ പറഞ്ഞത്? അന്നഹു കാന ഇദഫ്തതഹ സൂറത ബിസ്വലാത്തി, നിസ്കാരത്തിൽ ഒരു സൂറത്തെങ്ങാനും അലിയാർ തങ്ങൾ തുടങ്ങുകയാണ് എങ്കിൽ യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കൊണ്ടാ തുടങ്ങാറ്. വകാന യഖൂലു, അവിടുന്ന് പറയും, മൻ ദർഗ ഖിറാഅത വഖദ് നഖസ, വകാന യഖൂലു ഹിയ തമാമു സബ്ഇൽ മസാനി എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞു. ബിസ്മിയെ ഓതാതെ ഒരാൾ പോയാൽ അവന്റെ നിസ്കാരത്തിന് ചുരുക്കം സംഭവിച്ചു. മഹാനവറുകൾ പറയുമായിരുന്നു, ബിസ്മി 7 ആയത്തുള്ള ഫാത്തിഹ സൂറത്തിന്റെ പരിപൂർണതയാണ് എന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വലിയതായിരിക്കുന്ന ഒരു ചർച്ചയാണ് നമുക്ക് വരാനുള്ളത്. ബിസ്മി ഉണ്ടായിട്ടും ഇല്ലാതെയൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ സംശയം നമുക്ക് നിൽക്കുന്നുണ്ട് ഇവിടെ. ആ സംശയ ദൂരീകരണത്തിനുള്ള മറുപടിയാണ് ഇനി നമുക്ക് തുടങ്ങാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വീണ്ടും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നു പോകുവാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും സൽബുദ്ധിയും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട്
നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് മഹാന്മാരായ ഔലിയാക്കള്, അമ്പിയാക്കള്, സുഹദാക്കൾ, സാലിഹീകൾ ഇവരെല്ലാവരുടെയും തണലിലൂടെയായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപകട മരണം, പെട്ടെന്നുള്ള മരണം, ദുഷിച്ച മരണം ഇവയെ തൊട്ടെല്ലാം നമ്മെയും നമ്മോട് ബന്ധമുള്ള കടപ്പാടുള്ള എല്ലാ ആളുകളെയും അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ദീർഘായുസോടുകൂടെ ആഫിയത്തോടുകൂടെ അള്ളാഹു നമ്മെ ഏവരെയും ജയിപ്പിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ ഈ ക്ലിപ്പ് അവസാനിപ്പിച്ച് ഗ്രൂപ്പിലേക്ക് ഞാൻ വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.